തൈറോയിഡ് രോഗം മൂലം മാസങ്ങളായി ചികിത്സയിൽ കഴിയുന്ന കൊല്ലം കടപ്പാക്കട സ്വദേശിനി സ്നേഹ ദേവരാജിന് കലാഹൃദയം ചാരിറ്റബിൾ സൊസൈറ്റിയും സ്റ്റാർ വിന്നർ ഗാനമേള സമിതിയിലെ കലാകാരന്മാരും ചേർന്ന് ധനസഹായം നൽകി. പൊതുസ്ഥലങ്ങളിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചതിലൂടെ സമാഹരിച്ച തുകയാണ് കൈമാറിയത്. തൈറോയിഡ് രോഗം ബാധിച്ച് മാസങ്ങളായി ചികിത്സയിൽ കഴിയുന്ന കൊല്ലം കടപ്പാക്കട കൊല്ലൻ്റഴികത്ത് വടക്കതിൽ വീട്ടിൽ സ്നേഹ ദേവരാജ് എന്ന വീട്ടമ്മയ്ക്കാണ് കലാകാരന്മാർ ധനസഹായം നൽകിയത്. കലാഹൃദയം ചാരിറ്റബിൾ സൊസൈറ്റിയും സ്റ്റാർ വിന്നർ ഗാനമേള സമിതിയിലെ കലാകാരന്മാരും ചേർന്നാണ് തുക സമാഹരിച്ച് നൽകിയത്. രതീഷ് കലാഹൃദയം, മിമിക്രി ആർട്ടിസ്റ്റും സെലിബ്രിറ്റി ക്രിക്കറ്ററുമായ അരുൺ സാം, സ്ക്രിപ്റ്റ് റൈറ്റർ രാജീവ്, പ്രഫല്യ, നാസില, സുമ എന്നിവർ പൊതുസ്ഥലങ്ങളിൽ പരിപാടികൾ അവതരിപ്പിച്ച് സമാഹരിച്ച തുകയാണ് കൈമാറിയത്. ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് സമാഹരിച്ച 50,000 രൂപയോളമാണ് സ്നേഹരാജിന്റെ ഭർത്താവായ വിഷ്ണുവിന് നൽകിയത്. പ്രദേശത്തെ പൊതുപ്രവർത്തകരായ ചന്ദ്രമോഹൻ, ലീന എന്നിവരുടെ സാന്നിധ്യത്തിലാണ് തുക കൈമാറ്റം നടത്തിയത്. കൊല്ലം കടപ്പാക്കട 16-ാം ഡിവിഷനിലെ നിവാസികളാണ് സ്നേഹയും വിഷ്ണുവും. നമുക്ക് വർഷങ്ങളുകൊണ്ട് അറിയാവുന്ന ഒരു ഫാമിലിയാണ്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഫാമിലിയാണ്. 2 പൊടിക്കുഞ്ഞുങ്ങളാണുള്ളത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് സ്നേഹയ്ക്ക് ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിയാൻ പറ്റിയത്. അത് ഫാമിലിയെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. ഈ ഒരു വിവരം അറിഞ്ഞ് വർക്കല കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്ന കലാഹൃദയം ചാരിറ്റബിൾ സൊസൈറ്റിയും അതുപോലെ സ്റ്റാർ വിന്നർ മ്യൂസിക് ബാൻഡും നിങ്ങൾ സംയുക്തമായി വന്ന് കുട്ടിയെ ഹെൽപ്പ് ചെയ്യാനും 1 മാസത്തിനുള്ളിൽ നിങ്ങൾ എമൗണ്ട് കൈമാറാമെന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും ദിവസം കൊണ്ട് തന്നെ പറഞ്ഞതിന് മുന്നേ തന്നെ വന്ന് ഈ ഒരു എമൗണ്ട് കൈമാറിയതിൽ ഈ കടപ്പാക്കട നിവാസികളുടെ എല്ലാം പേരിലുള്ള നന്ദിയും നിങ്ങളെ അറിയിപ്പിക്കുകയാണ്. 50,000 രൂപ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കുടുംബത്തിന് വലിയൊരു തുകയായിട്ട് തന്നെയാണ് ഈ അത്യാവശ്യ സമയത്ത് ഉപകരിക്കുന്നത്. അതിന് നിങ്ങളോട് എല്ലാവിധ നന്ദിയും, നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ ഇനിയും നല്ല രീതിയിൽ പോകട്ടെ എന്നും എല്ലാ വിശ്വസും അറിയിക്കുന്നു. കലാഹൃദയം ചാരിറ്റബിൾ സൊസൈറ്റി ഈ കുട്ടിയുടെ രോഗം അറിഞ്ഞ് വന്ന നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് നമ്മൾ രാജ്യത്തിനാവശ്യം. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വിചാരിച്ചാൽ ഇങ്ങനെയുള്ള നിർദ്ധരായ ആളുകൾക്ക് സഹായങ്ങൾ എത്തിക്കുകയുള്ളൂ. നിങ്ങളെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ തെരുവിലും മറ്റ് സ്ത്രീ പരിപാടിയിലൊക്കെ പോയി ഞാനിവിടെ കിട്ടുന്ന വരുമാനം കൊണ്ട് ഇങ്ങനെ ഒരു പുണ്യ പ്രവൃത്തി ചെയ്തതിന് ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുന്നു. നല്ലൊരു തുകയാണ്. നിങ്ങൾ 50,000 രൂപ ഒരു സൗകര്യപ്പിച്ചുകൊണ്ട് കൊടുത്തതിന് നിങ്ങൾക്ക് ഞാൻ നന്ദി. നിങ്ങൾ സഹായിച്ച ജനങ്ങളോട് ഞാൻ പ്രത്യേകം. ഞാൻ തൈറോയ്ഡ് രോഗം മൂലം മാസങ്ങളായി ചികിത്സയിലായിരുന്നു. എനിക്കതിനിടയ്ക്കാണ് ക്യാൻസർ രോഗം പിടിപെട്ടത്. എൻ്റെ സാധാരണ കുടുംബമാണ്. എനിക്ക് 2 കുഞ്ഞു മക്കളാണുള്ളത്. ഹസ്ബൻഡിന് കൂലിപ്പണിയാണ്. എനിക്ക് മുന്നോട്ടുള്ള ചികിത്സ തുടരാൻ സാധിക്കാതെ വന്നപ്പോഴാണ് ഞാൻ ഒരു TV ചാനൽ ന്യൂസ് വഴി കലാഹൃദയം ചാരിറ്റബിൾ സൊസൈറ്റിയെ പറ്റി അറിയുന്നതും അതിലെ കലാകാരന്മാരുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നത്. തുടർന്ന് 1 മാസക്കാലം അവരെനിക്ക് വേണ്ടി പാട്ടുപാടി ചികിത്സയ്ക്കുള്ള സഹായം എത്തിക്കാമെന്ന് പറയുകയും ചെയ്തു. അതിൽ 50,000 രൂപ എനിക്ക് അവർ നൽകി. അല്ലാതെയും ഗൂഗിൾ പേ വഴി എനിക്ക് സഹായം ചെയ്ത എല്ലാ സുമനസ്സുകൾക്കും നന്ദി. ക്യാൻസറാണെന്ന് അറിഞ്ഞ് കലാഹൃദയ ചാരിറ്റബിളും സ്റ്റാർ വിന്നേഴ്സും ചേർന്ന് തെരുവോരങ്ങളിൽ ഗാനമേള അവതരിപ്പിച്ച് അവരാൽ കഴിയുന്ന സഹായങ്ങൾ നമുക്ക് ചെയ്തു തന്നാൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സഹായം തന്ന ഓരോ ജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കടപ്പാട് അറിയിച്ചു. CD നെറ്റ് ന്യൂസ്, ഓച്ചിറ.